വോട്ടർ പട്ടിക പുനഃപരിശോധന നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന 6 സംസ്ഥാനങ്ങളിൽ 3 എണ്ണത്തിലും പ്രതിപക്ഷ പാർട്ടികളാണ് ഭരിക്കുന്നത്. ഈ 3 എണ്ണം കൂടി ബി.ജെ.പി. അക്കൗണ്ടിൽ ചേർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടപിടിക്കുകയാണോ എന്ന സംശയമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുക അല്ലാതെ പ്രതിപക്ഷം ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ അധികാരം പിടിക്കാൻ സാധിക്കുമെന്ന് ബി.ജെ.പി. വിശ്വസിക്കുന്നില്ല. EVM മെഷീനുകൾക്ക് മേൽ സുപ്രീം കോടതിയുടെയും പ്രതിപക്ഷത്തിന്റെയും കണ്ണുകൾ പതിഞ്ഞ സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിച്ച് തെരഞ്ഞെടുപ്പ് കയ്യിലാക്കാമെന്നാണ് ബി.ജെ.പി. പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വിജയിച്ച തൃശൂരിൽ വൻതോതിൽ വോട്ടർ പട്ടികയിൽ അനധികൃതമായ വോട്ടുകൾ തിരികെ കയറ്റിയതായി ആക്ഷേപം ശക്തമായിരുന്നു. അത് സാധൂകരിക്കുന്ന പല തെളിവുകളും പിന്നീട് പുറത്തുവന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ തിരിമറികൾ നടന്നതായി തെളിവുകൾ സഹിതം പ്രതിപക്ഷം ആരോപണവും ഉന്നയിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള 5 മാസ കാലയളവിൽ വോട്ടർ പട്ടികയിൽ 39 ലക്ഷം വോട്ടർമാരെ അധികമായി കൂട്ടിച്ചേർത്തത് അസാധാരണവും അസ്വാഭാവികവുമാണെന്ന് രാഹുൽ ഗാന്ധി അന്നേ പറഞ്ഞതാണ്. സർക്കാർ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് പ്രായപൂർത്തിയായവരുടെ എണ്ണം 9.54 കോടിയാണ് എന്നിരിക്കെ വോട്ടർമാരുടെ എണ്ണം 9.7 കോടിയായത് എങ്ങനെയെന്ന് വെളിപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ബീഹാറിൽ നടക്കുന്നതും തുടർന്ന് മറ്റ് 5 സംസ്ഥാനങ്ങൾ നടക്കേണ്ടതുമായ വോട്ടർ പട്ടികയുടെ തീവ്ര സൂക്ഷ്മ പരിശോധനാ പ്രക്രിയ സംബന്ധിച്ച് ഇപ്പോഴേ ആക്ഷേപം ശക്തമായി ഉയർന്നു കഴിഞ്ഞു. ദേശീയ തലത്തിലോ സംസ്ഥാനങ്ങളിലോ രാഷ്ട്രീയ പാർട്ടികളുമായി മതിയായ കൂടിയാലോചനയ്ക്ക് മുതിരാതെയാണ് ബീഹാർ മാത്രം ലക്ഷ്യമിട്ട് പരിഷ്കാരങ്ങൾ കമ്മീഷൻ നടപ്പിലാക്കിയത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നടന്നതെന്ന് നോക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർക്കുന്നു. എന്നിട്ട് ആ യോഗത്തിൽ വെച്ച് ഏകപക്ഷീയമായി ഒരു പ്രഖ്യാപനത്തിലൂടെ കമ്മീഷൻ പല പരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ച് നടപ്പിലാക്കുകയായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യ വിരുദ്ധതയാണ് തുറന്നു കാട്ടുന്നത്. രാജ്യത്തെ ഏറ്റവും അധികം കുടിയേറ്റ തൊഴിലാളികളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ പശ്ചിമ ബംഗാളിലടക്കം കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പിടി മുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ ആവശ്യമായ രേഖകൾ ഹാജരാക്കി തങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ പൗരാവകാശം സംരക്ഷിക്കാൻ ബംഗാളിലെ അടക്കം സംസ്ഥാനങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് സാധിക്കുന്നില്ല എന്നുറപ്പാണ്. ഇന്റർനെറ്റ് ലഭ്യതയോ സാക്ഷരതയോ ഇല്ലാത്ത കുടിയേറ്റ തൊഴിലാളികളും ഗ്രാമീണരും ഓൺലൈനായി തങ്ങളുടെ പൗരത്വം സ്ഥാപിക്കുമെന്ന് കരുതുന്നതും തെറ്റാണ്. ബംഗാളിലെ ജനസംഖ്യയുടെ 88% ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. വീടാന്തരം കയറിയുള്ള സൂക്ഷ്മ പരിശോധന ചുരുങ്ങിയ സമയം കൊണ്ട് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിക്ഷിപ്ത ഗൂഢരാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെയൊക്കെ ദുരുപയോഗപ്പെടുത്താം എന്ന ബി.ജെ.പിയുടെ കുതന്ത്രങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ അടിസ്ഥാന ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന എന്ന് പറയേണ്ടി വരും.